നമ്മുടെ മികച്ച ലൈബ്രറിയൻ വിപിന ഭഗത് സിംഗ് വായനശാലയുടെ സെക്രട്ടറി ലൈബ്രറിയൻ 2020 ആരംഭിച്ചത്. ചെറിയ കാലം കൊണ്ട് 17 സെന്റ് സ്ഥലം വാങ്ങി 13,000 പുസ്തകങ്ങൾ ഒരുക്കി. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പവലി ടീമിൻ്റെ ഉൾപ്പെടെ ആളുകളാണ് അവർ. എന്നുവെച്ചാൽ 2020 നിന്ന് 25 ദൂരം എന്ന് പറയുന്നത് ഒന്ന് മനസ്സിൽ അളന്നു നോക്കുക. ആ ചെറിയ കാലം കൊണ്ട് അവർ നടത്തിയ പ്രവർത്തനങ്ങളിൽ ഒരാളാവാൻ കഴിഞ്ഞ ലൈബ്രറിയൻ ആണ് വിപിന എന്നുള്ളത് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു വായനശാലക്ക് വളരാൻ പതിറ്റാണ്ടുകളുടെ ആവശ്യം ഇന്നത്തെ കാലത്തില്ല എന്നുള്ളത് കൂടിയാണ് ചെറുപ്പക്കാരായ ഭഗത് സിംഗ് വായനശാലയുടെ പ്രത്യേകത. അതിൻ്റെ പ്രവർത്തകർ, സംഘാടകർ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു നിരയാണ്. തീർച്ചയായും ആ ചെറുപ്പക്കാരുടെ നിര ഞാനിവിടെ ഒന്ന് ആവർത്തിച്ച് പറയുന്നത് മയിൽ വായനശാലയെക്കുറിച്ചും പെരളം വായനശാലയെക്കുറിച്ചും ഏറെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ 2020 ആരംഭിച്ച ഒരു വായനശാല ആർജിച്ചിട്ടുള്ള ഒരു നേട്ടത്തെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാനിത് സൂചിപ്പിച്ചിട്ടുള്ളത്. ലൈബ്രറി സെക്രട്ടറി നമ്മുടെ ബി പ്രദീപൻ, സി മാധവൻ വായനശാലയുടെ സെക്രട്ടറി. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ, അവിടുത്തെ പ്രായം ചെന്ന സ്ത്രീകളുമായി യാത്ര സംഘടിപ്പിക്കുന്നു, കാർഷിക മേഖലയിൽ ഇടപെടുന്നു, പുസ്തക പയറ്റ് സംഘടിപ്പിക്കുന്നു. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ നിരവധി അടയാളപ്പെടുത്തലുകളാണ് പ്രദീപന്റെ സെക്രട്ടറി ആയിട്ടുള്ള വായനശാല നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ഏതെങ്കിലും ഒരു വായനശാലയുടെ വിജയം എന്നുള്ളത് കേവലം സെക്രട്ടറിയിലോ കേവലം ലൈബ്രറിയനിലോ ഒന്നും ചുറ്റപ്പെട്ടതല്ല എന്നറിയുമ്പോഴും ആ ലൈബ്രറിയുടെ വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ എന്ന നിലയിൽ അതിന് ആ വായനശാലയ്ക്ക് കൊടുക്കുന്ന അംഗീകാരത്തിന് സെക്രട്ടറി ഒരു നിമിത്തമാകുന്നു എന്നുള്ളതാണ് തീർച്ചയായും പ്രദീപന് നൽകുന്ന അംഗീകാരം. നിലവിൽ തലശ്ശേരി താലൂക്കിലെ ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രദീപൻ ഇവിടെ ഇരിക്കുകയാണ്. ഒന്ന് കൈയുയർത്തിയാൽ, അതുപോലെ വിപിനെയും ഒന്ന് കൈയുയർത്തി കാണിച്ചാൽ ഇതിന് മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു തുടർച്ചക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ഇനി അങ്ങോട്ട് നമ്മൾ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കാൻ ലൈബ്രറിയന്മാരെന്ന് പറയുന്നത് വലിയ നിലയിൽ സംഭാവന ലൈബ്രറിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ ഒരു ലൈബ്രറിയനെ ആ ലൈബ്രറിയിൽ നിലനിർത്തുക എന്നുള്ളത് സാമൂഹ്യമായ ഉത്തരവാദിത്തമാണ്. ആ സാമൂഹ്യ ഉത്തരവാദിത്തം നമ്മൾ എങ്ങനെ നിർവഹിക്കും എന്നുള്ളത് നമ്മൾ കൂട്ടായി ആലോചിക്കേണ്ടതാണ്. കാരണം കേവലം സർക്കാർ നൽകുന്ന നാമമാത്രമായ തുക കൊണ്ട് ഒരു ലൈബ്രറിയനെ നമുക്ക് നിലനിർത്താനാവില്ല. 2,500 രൂപയോ 3,000 രൂപയോ കൊടുത്ത് ഒരു ലൈബ്രറിയനെ പ്രവർത്തിപ്പിക്കാനാവില്ല. ആ ലൈബ്രറിയന്റെ പ്രവർത്തന ശേഷി ശരിയാവണ്ണം നമുക്ക് സാമൂഹ്യ നേട്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റണമെങ്കിൽ അതിന് പറ്റുന്ന നിലയിലുള്ള സംവിധാനങ്ങൾ ഒരു ലൈബ്രറിയൻ ഒരുക്കി കൊടുക്കുന്നതിന് കൂടിയുള്ള ആലോചനകൾ മിഷൻ എന്ന നിലയിൽ നമുക്ക് നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കൂട്ടായ ആലോചനകളുടെ ഭാഗമായി നാം നടത്തിയ പ്രവർത്തനങ്ങളിൽ എല്ലാ അർത്ഥത്തിലും പങ്കാളിയായിട്ടുള്ള നിരവധി ആളുകൾ, ജഗന്നാഥ മാഷ് ഇവിടെ ഇരിക്കുകയാണ്, സദസ്സിൽ ഇരിക്കുന്ന പ്രമുഖർ, നമ്മുടെ ബാലകൃഷ്ണൻ കൊയ്യാല ഇവിടെ ഇരിക്കുന്നു, കിഷോറേട്ടൻ ഇരിക്കുന്നു, നമ്മളെ ജനാർദ്ദനേട്ടൻ ഉൾപ്പെടെയുള്ള ഒരു വിളി കൊണ്ട് എത്തിയിട്ടുള്ള ആളുകൾ ഇരിക്കുന്നു, പ്രിയപ്പെട്ട ആദരണീയനായ ഇന്ദ്രൻസ്. സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. തീർച്ചയായും ഈ പരിപാടിയിലേക്ക് ആരെ ക്ഷണിക്കണം എന്ന ചോദ്യത്തിന് ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഉത്തരം അത് ഇന്ദ്രൻസ് ആയിരിക്കണം എന്നായിരുന്നു. എന്തുകൊണ്ട് ഇന്ദ്രൻസിനെ ക്ഷണിക്കണം എന്നുള്ളതിനും ഒരു ഉത്തരവുണ്ടായിരുന്നു. കാരണം കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്ന ഒരാൾ കേരള സിനിമയിലുണ്ടെന്നും ആ കേരള സിനിമയിൽ മലയാളത്തിന്റെ മഹാനായ നടനായി നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്ന ഉജ്ജ്വല പ്രതിഭയായ ഇന്ദ്രൻസിനെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് തികച്ചും സന്തോഷകരമായ ഒന്നാണ് എന്ന് സൂചിപ്പിച്ച് നിറഞ്ഞ സ്നേഹത്തോടെ ഈ പരിപാടിയിൽ അവാർഡ് ദാന പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ പപ്പാട്ടനും ഇന്ദ്രൻസും, പപ്പാട്ടനും കൂടി എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇന്ദ്രൻസും പപ്പാട്ടനും സംസാരിക്കും.